ഹായ് ഗൈസ്. സോ ഈ ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. മൈക്കിൾ എന്ന് പറയുന്ന സിനിമ കണ്ട് വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്കിത് ആരോടെങ്കിലും പറയണം. സോ അതുകൊണ്ട് ഞാൻ ഈ ചാനലിലിടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. എത്ര പേർക്ക് അതുമായിട്ട് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നെപ്പോലെ എനിക്കറിയാം കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. ഞാൻ ആദ്യം തന്നെ പറയുന്ന ഈ സിനിമ ഞാൻ കുറേ നാളുകളായിട്ട് കാത്തിരുന്നൊരു മൂവിയാണ്. കാരണം കുട്ടിക്കാലത്ത് അത്രയധികം ഹൃദയത്തിലേക്ക് കയറിയ ഒരാളാണ് ഈ മൈക്കിൾ ജാക്സൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയോപിക്ക് ഡയറക്റ്റ് നമുക്ക് ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടിക്കാലത്തേക്ക് ഞാൻ പോയി ഞാൻ അന്നത്തെ കാലത്ത് കാണിച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയില്ലേ, മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂവിനേക്കാൾ ഉപരി ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളോട്. എത്ര പേര് വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സോ ഇത് ആരോടെങ്കിലുമൊക്കെ പറയണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ശരിക്കും മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, പുള്ളിയുടെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഞാൻ പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് വായിച്ച്, അന്നൊന്നും ഇൻ്റർനെറ്റൊന്നും ഇല്ലല്ലോ ആ സമയത്തൊക്കെ. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ വായിച്ച് അന്നൊക്കെ ബാലരമ ഡൈജസ്റ്റ്, ആ ഡൈജസ്റ്റിനകത്താണ് പുള്ളിയുടെ കാര്യങ്ങൾ മൊത്തം ഞാൻ വായിച്ചറിഞ്ഞ ആദ്യമായിട്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാലരമ ഡൈജസ്റ്റ്, പണ്ട് കാലത്തുള്ള. ഇപ്പോഴത്തെ മക്കൾക്ക് അറിയത്തില്ല, പഴയ കാലത്തെ ആ ഒരു സംഭവമാണ് ബാലരമ ഡൈജസ്റ്റ്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മൈക്കിൾ ജാക്സൺ എന്ന് പറയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ഫോട്ടോ. അപ്പോൾ അതിനകത്ത് തൊട്ടേ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയാണ്. പുള്ളിയുടെ പല കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ ആ സമയത്ത് എനിക്കൊരു എക്സ്പ്രസ് മ്യൂസിക്കിൻ്റെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മൈക്കിൾ ജാക്സൻ്റെ വാൾപേപ്പർ, മൈക്കിൾ ജാക്സൻ്റെ റിംഗ് ടോൺ, നോട്ടിഫിക്കേഷൻ സൗണ്ട് വരെ മൈക്കിൾ ജാക്സണോട് കണക്ട് ചെയ്തായിരുന്നു. അപ്പം അത്രയും ഡൈ ഹാർഡ് ഫാനായിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ അദ്ദേഹം, നിങ്ങൾ കണ്ടു കാണും, അദ്ദേഹം ഈ വിരലിൽ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കും, വൈറ്റ് സ്റ്റിക്കർ. അതുപോലെയൊക്കെ ഞാൻ ഒട്ടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ആ ഒരു മനുഷ്യനുള്ളിലേക്ക് കയറിയെന്ന് എനിക്കറിയത്തില്ല. പുള്ളി സ്വന്തമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ജാക്സൺ 5 എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്, ആ ഒരു ബാൻഡ്, അതിനെ ബ്രാൻഡാക്കി പുള്ളി മാറ്റി, പുള്ളി ഇൻഡിവിജ്വലി ഒരു ബ്രാൻഡായി മാറി. അതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ ഫുള്ള് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡൈ ഹാർഡ് ഫാൻ ആണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. അല്ലാതെ സാധാരണ ആൾക്കാർ പറയണ കേട്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പറയണ കേട്ടിട്ട് നിങ്ങൾ പോയി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടണമെന്നില്ല. സാധാരണ ഒരു ഇംഗ്ലീഷ് മൂവി അല്ലെങ്കിൽ ഒരു മൂവി ലവർ ആണെങ്കിൽ പോലും ഇത് അത്രയും കണക്റ്റ് ആണോന്നില്ല. പക്ഷേ ഒരു ഡൈ ഹാർഡ് ഫാൻ ആണോ നിങ്ങൾ, മൈക്കിൾ ജാക്സൻ്റെ, ധൈര്യമായിട്ട് പോയി കാണാം. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ജാഫർ ജാക്സൺ ശരിക്കും മൈക്കിൾ ജാക്സൻ്റെ നെഫ്യൂ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓരോ സീനിൽ കാണുമ്പോഴും ഞാൻ പറയില്ല എത്രയധികം ഒരു മൈക്കിൾ ജാക്സൺ ഫാനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും ആ മൈക്കിൾ ജാക്സൺ തന്നെ, പുള്ളിയുടെ ആ ചിരി, സംസാരം, സൗണ്ട്, ഇതെല്ലാം പുള്ളിയുടെ ആ ഒരു ചില മാനറിസംസ് ഒക്കെ ഉണ്ട് സ്റ്റേജ് വെച്ച് കാണിക്കുന്നതൊക്കെ. ചില സൗണ്ടുകൾ എന്നൊക്കെ പറഞ്ഞുള്ള സൗണ്ടുകളെല്ലാം പുള്ളി അത്ര പെർഫെക്റ്റായിട്ട് കാണിച്ചു. ഭയങ്കരമായിട്ട് ഞാൻ പണ്ട് കാലത്ത് ആ കാലത്തേക്ക് പോയി. ശരിക്കും 2009 അദ്ദേഹം മരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിയാനും. ശരിക്കും ടി വിയിൽ, ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക, ടി വിയിൽ ഇങ്ങനെ ന്യൂസ് വന്നു, പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ട്യൂഷന് പോകാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം മരിച്ചു കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലായി. അന്നത്തെ സമയത്ത് മരിക്കണതിന് മുമ്പൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കും. കാരണം ആ സമയത്ത് നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ നല്ല ബീറ്റുള്ള സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പാട്ടായിരുന്നു കൂടുതലും സ്റ്റോർ ചെയ്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും ആദ്യം എനിക്ക് ചെറിയൊരു ഫീൽ ഉണ്ടായി. പക്ഷേ അതിന് ശേഷം ഈ നമ്മുടെ എന്താ പറയുക, അദ്ദേഹത്തോടുള്ള ആദരവ്, അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാനുള്ള ഇത് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട് ആ ഒരു സംഭവം. ശരിക്കും അതാണ് ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും പുറത്തു വന്നത്. ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ ഫാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ പറയണമെന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്ത് കണ്ടിപ്പോൾ വന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സമാധാനം. അപ്പോൾ തീർച്ചയായും ഞാൻ പറയണത്, നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാൻ ആണെങ്കിൽ തീർച്ചയായും പോയി കാണുക. ആ തിയേറ്ററിൽ വെച്ച് അവസാനത്തെ ആ മൂവിയുടെ ലാസ്റ്റത്തെ ഒരു കൺസേർട്ടൊക്കെ കാണിക്കും. അതൊക്കെ ശരിക്കും ഞാൻ പറയല്ലേ ഇഷ്ടം. പുള്ളിയുടെ വീഡിയോ എല്ലാം കണ്ടതാണ്. ബീറ്റ് ഇറ്റ്, ബാഡ്, ത്രില്ലർ, ഇതെല്ലാം കാണാപ്പാടാണ്. ഓരോന്ന് വരുമ്പോഴേ നമുക്കറിയാം യെസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോട്ടുകൾ മൂവിക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ളതാണ്.
ഇടയ്ക്കിടയ്ക്ക് മൈക്കിൾ ജാക്സൻ്റെ അച്ഛൻ ഒരു ടോക്സിക്കാണ്, അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈക്കിൾ ജാക്സനെ ഇങ്ങനെ കളിയാക്കും, കുട്ടിയായിരുന്നപ്പോൾ തന്നെ കളിയാക്കും. ഇടയ്ക്ക് കണ്ണാടി നോക്കി നിൻ്റെ മുഖം എന്ത് വൃത്തികേടാണ്, നിൻ്റെ മൂക്ക് എന്ത് വൃത്തികേടാണെന്നൊക്കെ കുട്ടിക്കാലത്തെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണേ. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ മൈക്കിൾ ജാക്സൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ ആ കണ്ണാടി കൂടി ചീത്തയാക്കലെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഞാൻ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ ഒരു കഥ, അത് നമുക്ക് ഏതൊരാൾക്കും മോട്ടിവേഷൻ ആവും. അപ്പോൾ അത്രയധികം മോട്ടിവേഷൻ തരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഒരു സൈഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ പോലൊരു ബ്രാൻഡ് ഇനി ഒരു മനുഷ്യനെ അങ്ങനെ ജീവിക്കുമോ, വളർന്നു വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. വളർന്നു വരത്തില്ലെന്ന് തന്നെ ഉറപ്പ്. കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് ഒരു ലോകത്തെ മൊത്തം പിടിച്ചു നിർത്തിയ, ലോകത്തെ മൊത്തം, അതിൻ്റെ അകത്ത് നിങ്ങൾ ചില പണ്ടത്തെ വീഡിയോസൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ചിലർ തല ഇറങ്ങി വീഴുന്നു. കാരണം അതൊക്കെ നമ്മൾ ചുമ്മാ തള്ളാന്നൊക്കെ പറയും, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യും. നമുക്കും അങ്ങനെ എന്തോ പോലെ, ഇപ്പോൾ പുള്ളിയെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ യെസ് എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ ഡയറക്റ്റ് പുള്ളിയെ കണ്ടിട്ടുള്ളവരുടെ അവസ്ഥയെന്ന് ഓർത്തേക്ക് എനിക്ക് ഒരേ ഒരു വിഷമേ ഉള്ളൂ, പുള്ളിയുടെ ഒരു കൺസേർട്ടോ എന്തെങ്കിലും ഒന്ന് ഡയറക്റ്റ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ മരിച്ചതിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇനി അത് സാധിക്കത്തില്ലല്ലോ. പക്ഷേ പുള്ളിയെപ്പോലൊരു മനുഷ്യനൊക്കെ ഇനി ജീവിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും ആ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർത്തതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ തീർച്ചയായും പോയി സിനിമ കാണുക. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷം വന്ന് ജസ്റ്റ് എന്നോട് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് പരസ്പരം, ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ മൂവി ലവർ ആയതുകൊണ്ട് മാത്രം, അതുപോലെ മൈക്കിൾ ജാക്സൺ ലവർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുവാണ്. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുമായിട്ട് കണക്റ്റ് ആകാൻ പറഞ്ഞെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്തായാലും താങ്ക് യു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.